സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെയും കൂടി സുമിത്രാമയെ സ്വപ്നം കണ്ടു. എന്നെയോ? എന്താ കാര്യം? അതിപ്പോ കാണാൻ അഴകും ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വല്ലതും വേണോ? അല്ലേ സേതുമാധവ? ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ ഇരിക്കുന്നേ. കുളി കഴിഞ്ഞാലേ കുറച്ചു നേരം ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്കൊരു ഒരു മജ കിട്ടൂ. ഓഹോ, സേതുമാധവ, കുറച്ചു സമയം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. കുളി കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് മജ കിട്ടിക്കോട്ടെ. കൊച്ചമ്മ അങ്ങോട്ട് മാറി നിന്നേ, തുണിയൊക്കെ മാധവി ഇലക്കി തരാം. ജോലിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാമെന്ന് മാധവി പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? ഒരു രക്ഷയില്ല എന്റെ കൊച്ചമ്മേ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നിട്ടുള്ള ഒറ്റ ചെറുപ്പക്കാരികളും ഈ 5 അയലത്ത് കയറത്തില്ല. എന്നാ പഴയ വല്ല കിഴവുകളെ നോക്കാമെന്ന് വെച്ചപ്പോ അതിലപ്പുറം. അതെന്താ? എന്റെ കൊച്ചമ്മേ, രാത്രിയിൽ ആ മനുഷ്യൻ ജനലിന്റെ അടുത്ത് ഞാൻ അവരെ പേടിപ്പിക്കുമെന്ന് പറയുന്നു. അതെന്തിനാ? പ്രേതബാധയുള്ള വീടാണെന്ന് വിചാരിച്ച് കിളവികളൊക്കെ സ്ഥലം വിട്ടാ കൊച്ചു പെമ്പിള്ളാരെ കൊണ്ട് നിർത്തൂലേ? എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതരം കിളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിശേഷപ്പെട്ട ചരക്ക് തന്നെ. അതൊക്കെ പോട്ടെ, അടുക്കള വല്ലതും ആയോ? എന്താകാൻ, വിശക്കുമ്പോ എല്ലാരും ഓടി വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? എല്ലാരും കുറച്ച് പഠിക്കട്ടെ. കൊച്ചമ്മയെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്താ മതി. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരി പെണ്ണിനെ കൊണ്ട് തരാൻ പറ്റില്ല അല്ലേ? എന്നില്ല, ഞാൻ പലയിടത്തും ജോലിക്കാരികളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തോന്നൊരു പക്ഷേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? കല്യാണോ? നടപ്പുള്ള കാര്യാണോ? പിന്നെ പറ്റിയൊരുത്തെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവള് സമ്മതിച്ചോ? പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറിന് സമ്മതമാണോ? എന്തോ പ്രായം വരും. പ്രായമൊക്കെ കണക്കാ, എന്നാലും ഒരു ഉദ്ദേശം. പ്രായത്തിന്റെ കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട, കാണാനും കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് നടത്തിക്കളയാ. ഏതാ പെണ്ണ്? പെണ്ണ് ഞാൻ തന്നെയാ. നീയോ? അതെ, സാറിനെ ഞാൻ സഹിച്ചാ മതിയല്ലോ. കൊണ്ടുവന്ന് നിർത്തുന്ന പെൺപിള്ളാർക്ക് വീട്ടുജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. നീ എന്നൊന്ന് വാരിയതാണല്ലേ. നിന്നെ ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ എടുത്തോന്നാ പറഞ്ഞത്. കൂട്ടത്തിൽ പോരട്ടെ? എടി 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 ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് എന്തപ്പനാടത്തെ പിടിച്ച് കടിക്കരുത് കേട്ടോ. വളരെ ശരിയാ. വയറിന് സുഖം എപ്പോഴും പച്ചക്കറി ശാപ്പാട് തന്നെയാ. ഇച്ചിരി ഉണക്കമീൻ ചുട്ടുകൂടെ ഉണ്ടെങ്കിൽ പരമസുഖം. വാസിന്റെ ഊണ് മതിയാക്കിയോ? ഞങ്ങൾ ഏതായാലും വിശപ്പ് തീർന്നിട്ടേ നിർത്തുന്നുള്ളൂ. നേരാ, കറികൾ കുറഞ്ഞു പോയെന്ന് വെച്ച് ഉണ്ണാതിരിക്കാനൊക്കുവോ? പണ്ട് പട്ടിണി കിടന്ന കാലത്ത് കഞ്ഞിക്കമ്മ ഉപ്പും മുളകും ഞരടി തരുമായിരുന്നു. അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാണ്. സ്റ്റാർട്ടാകുന്നില്ലല്ലോ. സാരമില്ലെന്നേ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ഇപ്പൊ സ്റ്റാർട്ടാവും. കുഴപ്പമില്ലെന്നേ, ഊണ് കഴിഞ്ഞ എപ്പ നടക്കുന്നത് നല്ലതാ. വാ വരട്ടെ വാസിന്റെ. നളിനി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. വരാം വരാം. സേതുമാധവ, എനിക്കോ ഇവനോ ആർക്കാ മൂപ്പ് കൂടുതൽ? മേലാൽ ഇനി കുന്തയും മുറ്റത്ത് കണ്ടുപോരുത്. കണ്ടാ ഞാൻ കത്തിച്ചു കളയും. അത് പ്ലഗ് സ്പാർക്ക് ആകാത്ത മണ്ണാൻ കേട്ടാ നിങ്ങളുടെ ഒരു പ്ലഗ്. അതെ, വഴക്ക് വേണ്ട വഴക്ക് വേണ്ട. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവനെ തള്ളിച്ചു കൊണ്ടുപോയി ഇന്ന് തന്നെ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാശിന് അച്ഛൻ്റെ സൈക്കിൾ വാങ്ങിച്ചു തരാം. അപ്പൊ പിന്നെ സ്റ്റാർട്ടാകുന്നില്ല ഇത് പേടിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. എന്താ സേതുവിന്റെ അഭിപ്രായം? ഒരഭിപ്രായമില്ലേ? എന്നാ പോയിക്കോ. എടാ മോനെ, ഏത് സ്റ്റാർട്ടാകാത്തതും ഈ അച്ഛൻ തൊട്ടാ സ്റ്റാർട്ടാകും. അയ്യോ ഒരാളിറങ്ങാറുണ്ട്. അയ്യോ ആളിറങ്ങാറുണ്ട്. വനിയിൽ ആള് മാറാൻ. അയ്യോ പോയി ഭാരത്തോട്ട് പോയി. അയ്യോ പാലം മാറ്റിക്കോ, പാലം മാറ്റി. അയ്യോ ഞാൻ പോയി. എന്നാ പോ. അയ്യോ നമ്മോ വണ്ടി പോയി. അയ്യോ വണ്ടി പോയേ. അയ്യോ വേഗം പോയേ. അയ്യോ എന്റെ അമ്മോ. എന്നാലും ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ, സന്തോഷം.
ആരാ? എന്ത് വേണം? അയാളെവിടെ? അയാളെ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അയാളോ? അതെ, അയാള് തന്നെ. അയാളെ കൊണ്ടാ ഞങ്ങൾ പോകൂ. ആരാ നിങ്ങൾക്ക് വേണ്ടത്? അയാളല്ലേ ആ മറ്റിടത്ത് ഗോവിന്ദൻ? മറ്റിടത്ത് ഗോവിന്ദൻ ആശാനെ, ഭജന ഗോവിന്ദൻ. അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടുന്നോ? ഇപ്പോഴറിയണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് രൂപ വേണം. 250 രൂപ. 250. എന്തിന്? ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടളി ക്ലബ്ബ് നടത്തുന്നവനാണ്. അന്തസ്സുള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ. നിങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു. കൈ കാശില്ല. അവസാനം ഞങ്ങളുടെ ജാമ്യത്തിലാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് കിടക്കത്തുമില്ല, പൈസ കൊടുക്കത്തുമില്ല. ഇന്ന് പൈസ മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. കേരട്ടെ ആശാനെ. ഇവിടെ വാടാ. ആർക്കാടാ രൂപ വേണ്ടത്? ധൈര്യമുള്ള മുന്നോട്ട് വാടാ. മര്യാദയ്ക്ക് രൂപ തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോര പ്രണയമായിരിക്കും. കളിച്ചു തൊട്ട് രൂപയാണ് ചോദിച്ചത്. തരാത്ത മടി എന്താ? തരാൻ മനസ്സിലടാ. നിനക്ക് മേടിക്കാവോ? മേടിക്കും. അച്ഛൻ കളിച്ചു തോറ്റോ? തോറ്റു. ഇവര് ജാമ്യം നിന്നോ? നിന്നു. രൂപ കൊടുത്തോ? ഇല്ല. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇല്ല. 250 രൂപയല്ലേ, ഞാൻ തരാം. വേണ്ട മോളെ, ഇത് ചീട്ടുകളിയാണ്. ചിലപ്പോ തോക്കും, ചിലപ്പോ ജയിക്കും. അത് വീട്ടിൽ കയറി ഒന്ന് കത്തി കാണിക്കുന്നത് എവിടുത്തെ മര്യാദയാ? കത്തി കാണിക്കുക മാത്രമല്ല, ചിലപ്പോ ചങ്കിന് കയറ്റി തരുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട. രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഒക്കെ ഭാഗ്യമാ. അത് ശരിയാ. അല്ലെങ്കിൽ ശവം ചോക്കേണ്ടി ആരുടെ? നിന്റെ. അയ്യോ, ഇതാ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് വേണ്ട. കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. നീ വാടാ. വേണ്ട, അച്ഛൻ എന്തിനു വെളിയിലേക്കൊന്നും പോകണ്ട. ഒന്ന് ചുമ്മാ ഇരി മോളെ. എന്റെ അച്ഛൻ ഒറ്റ കുത്തിന് 4 ആളെ കൊന്നിട്ടുള്ളവനാ. ഇവന്മാരെന്നെ എന്തോ ചെയ്യാനാ? വേണമെങ്കിൽ വാടാ. രക്ഷപ്പെട്ടു. എന്റെ ഓഹരിയോട് തന്നൊക്കെ ഞാൻ പോയിക്കോളാം. ഒരു 10 രൂപ കൊടുത്തരെ. 10 രൂപയോ? അന്നേരം ഒച്ചയും പോലെ ഉണ്ടെങ്കിൽ തരണല്ലോ 100 രൂപ. ആ 15 കൂടെ. എനിക്കൊരു 150. അപ്പൊ എനിക്കോ? എന്റെ മോളുടെ പെട്ടിയിലിരുന്ന രൂപയല്ലേ? പക്ഷേ അത് പുറത്തിറക്കിയ ഞങ്ങളല്ലേ? അല്ലേ? ആ, ഒരു കാര്യം ചെയ്യാം. കണക്കല്ല, നമുക്ക് ക്ലബ്ബിൽ പോയിരുന്നു പറയാം. ആ കാര്യം കൈയ്യെടു, കൈയ്യെടു. കൈയ്യെടുക്കുന്ന ചുമ്മാ വാ ശനെ പറയാം. അച്ഛനെ ദേ വരുന്നു. അയ്യോ, അത് നമ്മുടെ മത്തങ്ങ മാധവിയല്ലേ? തെമ്മാടുത്തരം പറയുന്നു. എന്താ അത് മത്തങ്ങ മാധവി അല്ലേ? അയ്യോ, പിന്നെ അത് തന്നെ പറയാതെ. ആശാന്റെ സ്വന്തം സഹോദരിയാ മത്തങ്ങ. അയ്യോ, മത്തങ്ങ നിങ്ങളുടെ സഹോദരിയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്റെ പേര് സത്യം. വാ. ഹോ. ചേട്ടാ, ചേട്ടാ, ആ നിങ്ങള് ക്ലബിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. അപ്പോഴേ രൂപ നിന്റെ കയ്യിലാ. മാധവനെ വിളിച്ചായിരുന്നു. തലയും കുനിച്ച് പോയാ പിന്നെ വിളിക്കാതിരിക്കാൻ ഒക്കുവോ? ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ക്ലബിൽ നിന്ന് പോയാൽ സമയം കിട്ടണ്ടടി. അവിടെ ഭയങ്കര തിരക്കല്ലേ. ഓ, ചേട്ടന്റെ ഒരു തിരക്ക്. ഈ കയ്യിൽ എന്തോന്ന്? അയ്യോ മാധവ, ഇത് വേറൊരാളുടെ രൂപ. ആരുടെ രൂപ എന്താ ചേട്ടാ? ഞാനല്ലേ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യമുണ്ടെന്ന്. പെണ്ണിന് ഫീസ് കൊടുക്കാനാ ചേട്ടാ. ആ എന്നാ എടുത്തു. അവിടെ നല്ലപോലെ പഠിക്കാൻ പറഞ്ഞടി. കുടുംബത്തിൽ നിന്ന് ഒരുത്തിയെങ്കിലും കണ്ണു തെളിഞ്ഞ് വരട്ടെ.